വെൽക്കം ടു ഗ്രാമർ ടിപ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് കടയിൽ കിട്ടുന്ന ബൺ എങ്ങനെ നമുക്ക് ഇഡ്ലിത്തട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ നോക്കാം. 3/4 ഗ്ലാസ് മൈദയാണ് അതിന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുള്ള അളവുകളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ. എന്നിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. അപ്പോൾ ഇത് ഇഡ്ലിത്തട്ടിൽ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സമയമൊന്നും വേണ്ട കേട്ടോ. വളരെ ഫാസ്റ്റിലാക്കിയവർക്ക് ഭയങ്കര സ്മൂത്തായിരിക്കും. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ 4 മണിക്ക് ഇവിടെ കൊടുത്തപ്പോൾ എല്ലാ കുട്ടികൾക്ക് കഴിക്കാൻ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്തിട്ട് വേണം ഒഴിക്കാൻ. പാലൊരു 2-3 സ്പൂണായിട്ട് നമ്മൾ ഒഴിക്കുക. ആ ഒരു ഇത് ഫ്ലേവർ കിട്ടാനാണ് 2-3 സ്പൂൺ ഒഴിക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുഴച്ചെടുക്കാനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് കൈവച്ച് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഓയിലിടരുത്, നമ്മളത് കുഴച്ച് കഴിഞ്ഞിട്ട് വേണം ഓയിലിടാൻ. അപ്പോൾ 3/4 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ മൈദയ്ക്കുള്ള ചേരുവകളാണ് നമ്മളീ പറഞ്ഞത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ല കുഴയ്ക്കുന്തോറും സ്മൂത്താവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുഴയ്ക്കുന്നോ അത് അത്രയും സ്മൂത്തായി വരും. ശരിക്കും നല്ല പഞ്ഞുമായിട്ട് കുറച്ച് മധുരം ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളൊരു ക്ലിങ് ഫിലിം വെച്ചിട്ട് നമ്മളങ്ങ് ഒട്ടിക്കുക. നമ്മൾ ഈ സാധാരണ ഒരു കിട്ടുമല്ലോ ക്ലിങ് ഫിലിം, അത് വെച്ചിട്ട് ഒട്ടിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രം വെച്ച് മൂടി വെച്ചാലും മതി. മറ്റേതാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് നല്ലോണം മൂടിയിട്ട് 3 മണിക്കൂർ നമുക്കത് വയ്ക്കണം. അതിന് ശേഷം അതൊരു 2 ഇരട്ടി 3 ഇരട്ടിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടാകും. പിന്നെ ഓരോരോ റൂം ടെമ്പറേച്ചർ മാറി ഇരിക്കും. അത് നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും പൊന്താൻ. അപ്പോൾ ഇതിലിപ്പോൾ 3 മണിക്കൂർ തന്നെ എനിക്ക് വന്നു നന്നായിട്ട്. ഇതേ കണ്ടല്ലോ 3 ഇരട്ടിയായിട്ട് വന്നിരിക്കുന്നുണ്ടല്ലേ. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് കുഴയ്ക്കുക. ഇത്തിരി ഓയിൽ കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇഡ്ലിത്തട്ടിൽ നമ്മൾ കുറച്ച് ഓയിൽ പുരട്ടി വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണല്ലോ. ഇഡ്ലിത്തട്ട് ഞാൻ അപ്പുറത്ത് വെച്ചിരിക്കാനല്ല, അതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്. എത്ര കുഴക്കുന്നോ അത് ശരിക്കും അത്രയും പഞ്ഞിമാരി വരും അത്. പിന്നെ ഇതിൽ എഗ് വാഷ് ചെയ്യുന്നില്ല ഞാൻ. അപ്പോൾ ആ ഒരു കളർ നമുക്ക് മേലെ കിട്ടില്ല. ആദ്യമേ ഞാൻ പറയാം, നമുക്കത് നോൺ വെജ് കഴിക്കുന്നവർക്ക് അത് ഓക്കെ. പക്ഷേ ഇപ്പോൾ ഇതിൽ ഞാൻ എഗ് വാഷ് ചെയ്തിട്ടില്ല. എഗ് വാഷ് ചെയ്യുമ്പോൾ മുകളിൽ നല്ല കളർ വരും, അല്ലെങ്കിൽ ആ ഒരു കളർ കുറവ് കാണും. കൈ വെച്ച് നല്ലവണ്ണം റോൾ ചെയ്തിട്ട് നമ്മളത് ഇഡ്ലിത്തട്ടിൽ ഓയിൽ വെച്ചിട്ട് വേണം. നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നന്നായി പുരട്ടിയിട്ട് വേണം അതിൽ പിടിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ മേലെ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ നല്ല കുറച്ച് വൈറ്റ് കളറായിരിക്കും വരിക കേട്ടോ. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈ പാൻ്റെ എടുത്തിട്ട് അതിലൊരു പാത്രം കൂടി വെച്ചിട്ട് നല്ല ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഫ്രൈ പാൻ്റെ മേലെ ഇത് വെക്കുക. എന്നിട്ട് ഒരു ചെറുതീയിൽ 20 മിനിറ്റ് നമുക്ക് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. കണ്ടല്ലോ ആവി വരുന്നുണ്ടല്ലേ. അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിലാക്കുക. വെച്ച ശേഷം സ്ലോ ഫ്ലെയിമിലാക്കുക. നന്നായി മൂടി വെക്കണം. അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ കൊണ്ട് തന്നെ മൂടി വെച്ചു. എനിക്ക് അതൊക്കെ കറക്റ്റായിട്ട് വരുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ചെറിയ ഫ്ലെയിമിലായിരിക്കണം. ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. അപ്പോൾ അതേ ഫ്രൈ പാൻ തന്നെ വേറൊരു ഫ്രൈ പാൻ എടുത്ത് മൂടി വയ്ക്കുക. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട്. 3 ഇരട്ടി വലുതായിട്ടുണ്ട്. ചെറുതായിട്ട് ഞാൻ ഇട്ടത്. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി വന്നിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തുമ്പോൾ അതിൽ വരരുത്. അപ്പോൾ അത് കുക്കായി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതേ നോക്കാം ഇങ്ങനെയുണ്ടെന്നുള്ളത്. കളറ് വന്നിട്ടില്ല. ഞാൻ പാലാണ് മേലെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കളർ ഇങ്ങനെ വന്നിരിക്കുന്നത്. നല്ല പഞ്ഞിമാരി ഉണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചൂട് ആറിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നത്. നല്ല ചൂടാണത്. അപ്പോൾ തണുത്ത ശേഷം നമുക്ക് ശരിക്കും ഇതാവാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നതാണ്. പഞ്ചസാര ഇട്ട് തന്നെ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക്